ബിഗ് ബോസ് റിയാലിറ്റി ഷോ അവസാനിപ്പിക്കുന്നു. ചാനലിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ചെന്നൈയിലുള്ള ഫിലിം സിറ്റിയിലാണ് ബിഗ് ബോസ് ചിത്രീകരണം നടക്കുന്നത്. മികച്ച റേറ്റിംഗിൽ ഷോ മുന്നേറുമ്പോഴാണ് സാങ്കേതിക കാരണങ്ങളാൽ ചാനലിന് ഷോ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. പരിപാടി പൂർണ്ണമായും പിരിച്ചുവിടാനാണ് സാധ്യത. ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധകർ. അപ്പോൾ ബിഗ് ബോസ് ഷോ പിരിച്ചുവിടാൻ പോകുന്നു എന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതുപോലുള്ള ഒരുപാട് വ്യാജ വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി കടന്ന് ഓടുന്നുണ്ട്. പണ്ട് രേവതി ചേച്ചി പറഞ്ഞതും എടുത്തിട്ട് ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഇത് കൊറോണ സമയത്ത് അന്ന് വന്ന ഒരു ന്യൂസാണ് ഇതെന്ന് പറയുന്നത്. എനിക്കൊന്ന് ബിഗ് ബോസ് സീസൺ 3യുടെ സമയത്തോ 3യുടെ സമയത്തോ കൊണ്ടാണ്, അതാ 4ന്റെ സമയത്തോ മറന്നുപോയി. അപ്പോൾ ആ ഒരു ടൈമിലാണ് കൊറോണ വന്നത്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ന്യൂസാണ് ഇപ്പോൾ കിടന്ന് ഓടുന്നത്. ബിഗ് ബോസിന് ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഇതുപോലുള്ള വ്യാജ വാർത്തകൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ആരും പ്രചരിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ചുള്ള ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ ജയിലിൽ വെച്ചിട്ട് ജാസ്മിൻ ഈ പറയുന്ന ജിൻഡോയെ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മുടെ അതിൽ നിന്ന് എവിക്റ്റായി പോയിട്ടുള്ള ജാൻമണി പറഞ്ഞ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. പ്രതികരിച്ചിരിക്കുവാണ്. കേസ് വരെ കൊടുക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജാൻമണി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ കേൾക്കാം. ഞാൻ കണ്ടേ ഇവള് എന്റെ കടയ്ക്ക് വിറ്റിൽ വെച്ച കുട്ടി എനിക്ക് അടിച്ച് അവരുടെ മുഖം ശരിയാക്കണം എന്റെ ആഗ്രഹം. അത് ഫിസിക്കൽ റിസൾട്ട് ആണ്. ഒരാൾക്ക് അങ്ങനെ എത്ര വലിയ അടിച്ചിട്ട് അത് ഫിസിക്കൽ റിസൾട്ട് ആണ്, ഉറപ്പാണ്. അത് ഇങ്ങനെ ഇത് റിയാക്ഷൻ ബിഗ് ബോസ് എടുക്കില്ലെങ്കിൽ അതൊരു മോശമായി പോകും. അത് നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കാം. നിങ്ങൾ പോസ്റ്റ് ആക്കും. നാളെ മോർണിംഗ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തുകൊള്ളാം കേട്ടോ. അതപ്പോൾ നിങ്ങളെ പോസ്റ്റ് ആക്ക്. കാരണം ജിറ്റി സിറ്റർക്ക് ഒരു പെന്ന അങ്ങനെ ഒരു ആനക്ക് ഇങ്ങനെ അടിക്കണ അത് ശരിയില്ല. ഡോ പറഞ്ഞത് അവ പട്ടിയാ. അവള് ഈ സ്വഭാവം കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത പെണ്ണാണ് അവള്. അത് ജസ്മിൻ ഗൗരി വീടായി പോയി. ഈ എന്റെ പേരൊക്കെ പോട്ടൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ പ്ലാനിങ് ചെയ്ത് അതാ പ്ലാനിങ്ങിന്റെ വാക്ക് വിചാരിച്ചിട്ടാണ് എനിക്കും സിബിനൊക്കെ പോട്ടൊക്കെ ആക്കി ആ വീട്ടിലെ റൂമില്. എനിക്ക് വീട്ടിലെ പോട്ടൊക്കെ ആക്കി റൂമിലെ പോട്ടൊക്കെ സിബിനൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാർ തകർന്നു പോയി. പൂജ ആയിരുന്നെങ്കിൽ ഭയങ്കര മോശം പരിപാടിയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് ആണ്, ജാൻമണി പറഞ്ഞൊരു വോയിസ് ആണ്. അതായത് ഈ പറയുന്ന ബിഗ് ബോസ് ഷോടകത്ത് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ജാസ്മിൻ ആണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബിഗ് ബോസിനകത്ത് ജാൻമണിക്കുണ്ടായിരുന്ന അടുപ്പം എല്ലാവർക്കും അറിയാം. അവർ ഒരുമിച്ചാണ് നിന്നത്. വളരെ നല്ല പ്ലേയേഴ്സ് ആയിരുന്നു അവർ. ഇപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് വീക്കിൽ കുറച്ച് ദേഷ്യപ്പെടലും പ്രാക്കും അങ്ങനെയുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് നിന്നൊരു വ്യക്തിയാണ് ജാൻമണി എന്ന് പറയുന്നത്. അത് ഏത് ജോലിയിലായാലും അത് കൃത്യമായിട്ട് ടാസ്കിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ആത്മാർത്ഥത കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇതിപ്പം ഇതിനകത്ത് ജാൻമണി തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ഗബ്രിയെയും ജാസ്മിനെയും പുറത്താക്കാനായിട്ടായിരുന്നു പൂജയും സിബിനും പറയുന്ന ജാൻമണി ഉൾപ്പെടെ എല്ലാവരുടെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംസാരങ്ങളും കാര്യങ്ങളെല്ലാം ഏഷ്യാനെറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ പ്ലാൻ ചെയ്ത ആളുകളെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ജാൻമണിയെ ആദ്യം പുറത്താക്കി. രണ്ടാമത് ഈ പറയുന്ന സിബിനെയും പൂജനെയും പുറത്താക്കി. വയ്യാത്ത കാരണങ്ങൾ കൊണ്ടാണെങ്കിലും പിടിച്ചു നിർത്താൻ നിന്നില്ല. ഇനി ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ ഒന്നും അറിയത്തില്ല. പൂജ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സിബിനും പോയിട്ടുണ്ട്. എല്ലാവരും ഇവർക്കെതിരെ പറയുന്ന ഓരോരുത്തരെയും ഈ ഷോയിൽ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങളുണ്ടാക്കി. ഈ പറയുന്ന ജാസ്മിൻ 23 വയസ്സാണുള്ളത്. ജിൻഡോയ്ക്ക് ഏകദേശം 42 വയസ്സ് അടുപ്പിച്ചുണ്ടെന്നാണ് തോന്നുന്നത്. 38 ആ ഒരു ഏജ് എന്തായാലും വരും, കൺഫേമാണ്. ഒരു പ്രായത്തിനെ പോലും ബഹുമാനിക്കാത്ത ഒരാളുടെ ഡോ 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 അല്ലെങ്കിൽ പട്ടിയൊക്കെ വിളിക്കുന്ന രീതിയിലാണ് ജിൻഡോയൊക്കെ വിളിക്കുന്നത്. അതൊക്കെ വളരെ മോശമാണ്. എല്ലാവർക്കും കുറേ അറിവുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാനലാണ് ജാസ്മിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ബ്യൂട്ടി വ്ലോഗ് ആണെങ്കിലും അല്ലെങ്കിൽ വാട്ടവർ ഇങ്ങനെയുള്ള ആളൊക്കെയാണ് ഈ ചാനലിൽ പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരാളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പം ജാസ്മിൻ എന്ന് പറയുന്ന ആൾ 1 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഇൻഫ്ലുവൻസറാണ്. ആ ഒരു കാറ്റഗറി തന്നെയാണ് ബിഗ് ബോസിനകത്ത് വിളിച്ചത്. എന്നിട്ട് ഒരു പ്രായത്തിനെ ബഹുമാനിക്കാനുള്ള വില പോലും അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം പോലും ഇല്ലാത്ത ജാസ്മിൻ എന്തർത്ഥത്തിലാണ് ആ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ജിൻ്റെ കാക്കാന്ന് വിളിക്കും, നെക്സ്റ്റ് സ്പോട്ടിൽ എടോ ജിൻഡോ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ജാസ്മിൻ്റെ മര്യാദ. ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരും പെട്ടിരിക്കുക. വീട്ടുകാർക്ക് പോലും പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവളല്ലേ. അപ്പോഴത്തേക്ക് ഇവൾ പറയുന്ന കേട്ട് വീട്ടുകാർക്ക് നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. അതിനപ്പുറം ഒന്നും വീട്ടുകാർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടുകാർ പെട്ട് നിൽക്കുവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ
എല്ലാമായ ഉണ്ടച്ചേട്ടൻ നമ്മുടെ രതീഷേട്ടൻ തിരിച്ചു വരുന്നെന്നുള്ള ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നാദിറയുടെ ചാനൽ വഴിയാണ് ആ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വിട്ടിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ അവിടെ, അതായത് നമ്മൾ ഒരു ദിവസം പിന്നോട്ടുള്ളതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡിഫേർഡ് ലൈവ് അല്ലേ. അപ്പോൾ അതായത് നാളെ നമ്മൾ കാണുന്ന സാധനങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ആൾറെഡി ഈ പറയുന്ന രതീഷേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം കേൾപ്പിക്കാം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തേക്ക് പോയ ഒരു മുൻ കണ്ടസ്റ്റന്റ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 99% കൺഫേം ആയിട്ടുള്ള വിഷയം കൂടിയാണ്. അങ്ങനെ മുൻപ് പോയിട്ടുള്ള, നമുക്ക് എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ സീസണിൽ നിന്ന്, നമ്മുടെ സീസൺ 6 നിന്ന് പുറത്ത് പോയ ഒരാൾ കൂടിയാണ്. പലരുടെ ഡൗട്ട് ആയിരുന്നു വോട്ടിംഗ് പാറ്റേൺ രീതിക്ക് അനുസരിച്ചിട്ടാണെന്നുള്ള പല സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. തുടക്ക സമയത്ത് പുറത്തേക്ക് ആക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഏകദേശം ഇത്ര കാരണങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയ നമ്മുടെ തൃശ്ശൂർകാരൻ രതീഷേട്ടൻ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തി എന്നുള്ള വാർത്ത നമ്മളിലേക്ക് എത്തുകയാണ്. മോർണിംഗ് അത് റീ എൻട്രി ബിഗ് ബോസിലേക്ക് കയറുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നു. പുള്ളി ചെന്നൈയിലേക്ക് എത്തി എന്നുള്ളത് കൂടി. അങ്ങനെയാണെങ്കിൽ പുള്ളി തിരിച്ചൊരു മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇനി കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സംസാരമോ അത്തരത്തിലുള്ള പ്രവണതയോ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം കൂടിയുണ്ട്. കാരണം പുള്ളിക്ക് ഏകദേശം പുറത്തിറങ്ങിയപ്പോൾ താൻ ചെയ്തിരുന്നത് ഭയങ്കര ഒരു മോശപ്പെട്ട, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാതിരുന്ന ഒരു കാര്യമാണെന്നുള്ളത് പുള്ളി പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് പുള്ളി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എന്നുള്ളത് പുള്ളി പലരും സംസാരിക്കുന്ന വിഷയം കൂടി. നമുക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ഇന്ത്യസ് കാണുന്നത് ഭയങ്കര പാവം തോന്നി. ഈ ആവേശം നടന്ന സമയത്ത് പുള്ളി പുറത്തിറങ്ങിയിട്ട് മോളൊക്കെ ഓടിപ്പോയി സംസാരിച്ചതും ഇല്ലെങ്കിൽ വൈഫ് കണ്ടത് നമ്മൾ അതിൽ പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആളല്ല, നമ്മൾ റിയാലിറ്റി ഷോയുടെ ആവശ്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത ആളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അയാൾ അത്തരത്തിലൊരു പ്രവണത കാണിക്കാത്ത ഒരു വ്യക്തി, ഒരു മത്സരാർത്ഥിയായിട്ടായിരിക്കും നമുക്ക് ഇനി കാണാൻ സാധിക്കും. അത് നോക്കാം, ഒരു ഉറപ്പില്ല. എങ്കിൽ പോലും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു എന്റർടൈൻ എന്ന രീതിയിലേക്ക് പുള്ളിയെ കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി വിശ്വസിക്കുന്നുണ്ട്. ഒരു ശക്തമായ മത്സരാർത്ഥിയായിട്ട് രതീഷ് മാറട്ടെ എന്നുള്ളത് കൂടി ഉണ്ടെന്നതാണ്. കുറച്ചും കൂടി കാര്യഗൗരവത്തോടു കൂടി ഈ റിയാലിറ്റി ഷോ മനസ്സിലാക്കി അത്തരത്തിൽ ഗെയിം സ്ട്രാറ്റജി ഒക്കെ നടത്തി ഒരു ഗെയിം പ്ലാനോട് കൂടി തന്നെ അകത്തേക്ക് പോട്ടെ എന്നുള്ളതാണ്. പുള്ളിക്ക് പുറത്തുള്ള സമയത്ത് തിരിച്ചകത്തേക്ക് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഈ സീസൺ പ്രത്യേകിച്ച് മാറ്റിപ്പിടിക്കൽ ആയതുകൊണ്ട് തന്നെ പലരും പുറത്ത് പോകുകയും അകത്ത് ഇറക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയ പലരുടെയും പ്രതീക്ഷയാണ് തിരിച്ചകത്ത് കയറാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ്. പലരും നമ്മൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തിരിച്ച് കയറണമെന്നുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹം നമ്മളുമായിട്ട് പലയിടത്തും ഷെയർ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രതീഷ് അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിനൊരു ഫലം കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കയറി ഒരു നല്ല മത്സരാർത്ഥി ആകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടസ്റ്റൻസുമായിട്ട് പുള്ളിക്ക് ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ഒരു 1 വീക്ക് ആയ സമയത്താണ് പുള്ളി പുറത്തേക്ക് എവിക്ഷൻ നടത്തി വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കപ്പെട്ടത്. അപ്പോൾ ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റർ പുള്ളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഏകദേശം ഹൗസിൽ നിൽക്കുന്നവർക്ക് പുള്ളിയുടെ കണ്ടന്റ് ക്രിയേഷനെ പറ്റി ധാരണ മുൻപ് വന്നിട്ടുണ്ട്. കാരണം ലാൽസ് അതിനെ പറ്റി ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ കാണിച്ചതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു സ്പേസ് ഇനി അടുത്തുള്ളവർ കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അത്തരത്തിൽ സ്പേസ്, കാരണം നമ്മൾ വൈകാടുകൾ തന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടുത്തുള്ളവർ പുറത്തുനിന്ന് വന്നവർ വലിയ സ്പേസ് കൊടുക്കുന്നില്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ സ്പേസ് കൊടുക്കുന്നില്ല, അത് സ്പേസ് എടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അത് ഒരു പോരായ്മ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ പുള്ളിക്ക് സ്പേസ് കൊടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിരുന്നു. അതുപോലെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും റീ എൻട്രി നടത്തുന്ന രതീഷേട്ടനെ ബിഗ് ബോസ് 6ലേക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നമുക്ക് കിട്ടുന്ന നിലവിലത്തെ അപ്ഡേഷൻ വെച്ചിട്ടാണ് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഈ പറയുന്ന രതീഷേട്ടൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയിട്ട് ആയിരിക്കത്തില്ല, എല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു കിടിലം പ്ലെയർ ആയിട്ടായിരിക്കും വരുന്നത്. കാര്യം ആൾറെഡി ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഈ പറയുന്ന രതീഷേട്ടനായിരുന്നു. അന്നാണ് കളിയാക്കി ഇവിടെയും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പുള്ളിക്കാരൻ എവിക്റ്റായിട്ട് പോയത്. പിന്നീട് നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് രതീഷേട്ടൻ തിരിച്ച് വന്നെങ്കിലെന്ന്, പിന്നെ വരത്തില്ല എന്നൊക്കെ അറിഞ്ഞു ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വളരെ ഹാപ്പിയാണ്. കാര്യം സിബിൻ ഒരു എൻ്റർടൈനിങ് കാറ്റഗറിയിൽ വന്നിട്ട് സിബിൻ നിൽക്കാൻ പറ്റിയില്ല, പുറത്ത് പോയി. അപ്പോൾ സിബിനെ പോലെ തന്നെ അടിപൊളി ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ പറഞ്ഞ രതീഷേട്ടൻ. എന്തായാലും വരും ദിവസം എന്തെങ്കിലുമൊക്കെ കിടിലം മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല എനിക്ക് ഏഷ്യാനെറ്റിനോട് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ പറയുന്ന ഗബ്രിക്കും ജാസ്മിനും കൊടുക്കുന്ന ഈ ഒരു വില, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രയോറിറ്റി, അത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് കൃത്യമായിട്ട് ഇവർ ചെയ്യുന്ന തെറ്റുകൾ ചോദ്യം ചെയ്യണം. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുക, അവരുടെ ശിക്ഷകൾ അവർക്ക് നൽകുക, പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വരും വീഡിയോസിലൊക്കെ എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓണാക്കിയിടുക. ഫേക്ക് ന്യൂസുകൾ നിങ്ങളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്.